ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ക്രിസ്മസിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ കേട്ടോ. ഞങ്ങളിപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു ഷോപ്പിങ്ങിനായിട്ട് പുറത്തേക്കൊന്ന് പോകണം. അപ്പം ഇന്ന് അഞ്ജുനെയും കൂടെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ വളരെ ബിസി ആയിരുന്നു. ഞങ്ങൾക്കിവിടെ ഡിസംബർ 22 വരെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് സ്കൂളൊക്കെ അടച്ചത്. അതിനുശേഷമാണ് നമ്മളൊന്ന് ഫ്രീ ആയത്. പിന്നെ ഇപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോകാൻ നമുക്ക് സമയം കിട്ടിയത്, അഞ്ജുനെയൊക്കെ കൊണ്ട് കൂട്ടത്തിൽ പോകാൻ സമയം കിട്ടിയത് ഇന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഈ 24 പോയി ഷോപ്പിംഗ് ചെയ്തത്. അപ്പോൾ ഇനി ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന് നമ്മൾ വാങ്ങിയ ഐറ്റംസ് എല്ലാം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു സെയിം സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കേണ്ട ഐറ്റംസ് എല്ലാം വാങ്ങിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് ഞാൻ എല്ലാ ഐറ്റംസും നിങ്ങൾ അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേയിൽ ചെറിയൊരു ട്രിപ്പുണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ മാർക്കറ്റിലേക്ക് എത്തി. അപ്പോൾ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നെക്സ്റ്റ് ഡേ തന്നെ ട്രിപ്പിന് പോയത് കൊണ്ടാണ് നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഇത്രയും ലേറ്റ് ആയത്. ഇപ്പോൾ ഞങ്ങൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നമുക്ക് ഗ്യാപ്പ് വന്നായിരുന്നു. ഞാൻ ഷോർട്സ് ഇട്ടായിരുന്നു നമ്മൾ നേപ്പാളിൽ പോകാമെന്നും പറഞ്ഞ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഷോർട്സ് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ലേറ്റ് ആയത് വീഡിയോ എത്താനായിട്ട്. നമ്മുടെ ക്രിസ്മസ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വിൻ്റർ സീസണിലെ ഒരു ഷോപ്പിംഗ് ആണ്. കാരണം വിൻ്ററിലാണല്ലോ നമുക്ക് ക്രിസ്മസ് ഒക്കെ ഇവിടെ ഡിസംബർ 25 എന്നൊക്കെ പറഞ്ഞാൽ നല്ല തണുപ്പിൻ്റെ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തണുപ്പത്തിടുന്ന അങ്ങനത്തെ ഡ്രസ്സുകളാട്ടോ കൂടുതലും ഷോപ്പിംഗ് ചെയ്തത്. കാരണം നമുക്ക് സമ്മർ ക്ലോത്ത്സ് ഒന്നും നമ്മളിപ്പോൾ എടുത്തിട്ട് ഒരു കാര്യമില്ല. നമുക്ക് അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഇപ്പോൾ ഒട്ടും യൂസ്ഫുൾ അല്ല. അപ്പോൾ അതുകൊണ്ട് വിൻ്റർ ക്ലോത്ത്സിൻ്റെ ഒരു ഷോപ്പിംഗ് ആണ് നമ്മൾ ഇന്നത്തെ ദിവസം ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരുവിധം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ. ബിൽ പേയ്മെന്റ് ചെയ്ത സമയത്ത് നമുക്ക് ഷോപ്പിൽ നിന്ന് 2-3 കൂപ്പൺ കിട്ടിയായിരുന്നു. അപ്പോൾ ആ കൂപ്പൺ നമ്മളോട് ഫില്ല് ചെയ്ത് അവിടെ ആ ഒരു ബോക്സിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചേട്ടനും അഞ്ചും കൂടെ അവിടെ നിന്ന് ആ ഒരു കൂപ്പണൊക്കെ ഫില്ല് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. You won't see the beautiful stars shining down from afar. No, I ain't afraid of the dark. I don't mind the rain bringing life back. We can breathe again when dealing with the pain. No, I don't. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എത്തിയിട്ടോ. അപ്പോൾ അങ്ങനെ ക്രിസ്മസ് ഷോപ്പിംഗ് തീർന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ വീട്ടിലേക്ക് വന്ന് കറിയിപ്പിക്കുന്നതിന് ഒത്തിരി ലേറ്റ് ആയിരുന്നു, 2 മണി കഴിഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിശപ്പ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ടുവന്ന ഐറ്റംസൊക്കെ അത് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്, ബിഗ് ഷോപ്പുകളെല്ലാം. അപ്പോൾ വാങ്ങിച്ച ഐറ്റംസ് നിങ്ങളെ അൺബോക്സ് ചെയ്ത് കാണിക്കാം. അതായത് നമ്മുടെ ഒരൈറ്റം, ഇത് ചേട്ടന് വേണ്ടി ഒരു ഹൈനെക്ക് ഡ്രസ്സ് എടുത്തേക്കുന്ന സ്വെറ്റർ ആട്ടോ. അത് നല്ല പുറത്തേക്കൊക്കെ ഇടാവുന്ന ഇന്നർ അല്ല, അത് പുറത്തേക്ക് ഇടാവുന്ന സ്വെറ്ററാണ്. പക്ഷെ ഹൈനെക്ക് ആയിട്ടുള്ളത്, നല്ല വാമായിട്ടുള്ള നല്ല അടിപൊളി തുണിയാട്ടോ. അപ്പൊ ഇത് ചേട്ടന് വേണ്ടി വാങ്ങിച്ചാൽ. ഇനി അടുത്ത ഐറ്റം, ചേട്ടന്റെ ഐറ്റംസ് ആദ്യം കാണിക്കാം. ഇതും ചേട്ടന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന ഒരു ജാക്കറ്റാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ നാളെ, അപ്പൊ ചേട്ടനൊരു പുതിയ ജാക്കറ്റ് ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെ ചേട്ടന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന ജാക്കറ്റ്. ഈ വിന്റർ ക്ലോത്ത്സ് ഒക്കെ ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചപ്പോൾ നല്ല സൂപ്പർ തണുപ്പാണ് ഇവിടെ. അപ്പോൾ ഈ തണുപ്പത്ത് ഞങ്ങൾക്ക് എന്തായാലും മറ്റുള്ള നമ്മളിടുന്ന ഇതിന് താഴെ ഇടുന്ന ഡ്രസ്സിനേക്കാളും ഇമ്പോർട്ടൻസ് ഇങ്ങനത്തെ ഡ്രസ്സുകൾക്കാണ്. കാരണം ഇങ്ങനത്തേക്ക് ഇല്ലാതെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പം അത്രയും തണുപ്പാണ്. UP തണുപ്പിൽ വിറച്ചു തുള്ളുന്നു. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ നല്ല തണുപ്പാണ് ഈ വർഷം, മറ്റുള്ള വർഷങ്ങളെക്കാളും തണുപ്പ് കൂടുതലുണ്ട്. അപ്പോൾ ഇതാണ് ചേട്ടന് വാങ്ങിച്ചിരിക്കുന്ന ജാക്കറ്റ്. ചേട്ടന് ഇത് രണ്ടും മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അടുത്തത് ഇങ്ങനൊരു ജാക്കറ്റ്. ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ചതാ. എനിക്ക് വേണ്ടിയെന്ന് പറയാൻ പറ്റില്ല, ഞാനും അഞ്ചും മാറി മാറി ഇടും. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുവിധം സൈസൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ ഞാനിടും, ചിലപ്പോൾ അഞ്ചും ഇടും, അങ്ങനെ മാറ്റി മറിച്ചിടും. അപ്പോൾ എനിക്കിതിന് മാച്ചുള്ള ഡ്രസ്സ് ഉള്ളപ്പോൾ ഞാനിടും, അഞ്ചുവിന് മാച്ചായിട്ടുള്ള ഡ്രസ്സ് അഞ്ചു ഇടുമ്പോൾ അപ്പോൾ അഞ്ചും ഇടും. അങ്ങനെ ഇത്. അപ്പോൾ ഇത് എന്തായാലും ക്രിസ്മസിന് ഇടാൻ കരുതി നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ജാക്കറ്റാണ്. അഞ്ജുനും ഈ കളർ ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്.
അടുത്തത് ഇത് അഞ്ജുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അഞ്ജു വാങ്ങിച്ചിരിക്കുന്നതാണ്. അഞ്ജുവിന് വേണ്ടി ഇത് അഞ്ജുവിന് സ്വെറ്റർ, അതേ ലാവൻഡർ, വൈറ്റ്, ബ്ലാക്ക്. അപ്പോൾ അങ്ങനത്തെ കളറ്. സ്ലീവ്സുമേ സെയിം തന്നെ, ബാക്കും സെയിം തന്നെ. ഇത് അഞ്ജുവിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്നത്. അഞ്ജുവിന് ക്രിസ്മസിന് ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതാണ് അഞ്ജുവിന് വാങ്ങിച്ച ഒരൈറ്റം. ഇതും അഞ്ജുവിന് വേണ്ടി അഞ്ജു സെലക്ട് ചെയ്ത് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ കുറച്ച് വെൽവെറ്റ് ടൈപ്പ് കേട്ടോ, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. വെൽവെറ്റ് അന്ന് തന്നെ പറയാം, ആ ടൈപ്പ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാ. ഇത് അഞ്ജുവിന് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിച്ചിരിക്കുന്നതാണ്. ഇതും നല്ലതാ, നല്ല വാമണാനും നല്ല സോഫ്റ്റ് ആണ്, അങ്ങനത്തെ ആ ടൈപ്പ്. പിന്നെ അതിന് മാച്ചിങ് ആയിട്ട് ഒരു പാൻറ്റും വാങ്ങിച്ചിട്ടുണ്ട്. ഇതും വെൽവെറ്റ് പാൻറ് തന്നെ. ഈ സമയത്ത് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഇങ്ങനെ വെൽവെറ്റ് ക്ലോത്ത് ഒക്കെ കിട്ടുന്ന ഒരു ടൈമാണ്. ഈ വിന്റർ സീസണിൽ ഇങ്ങനത്തെ വെൽവെറ്റ് ഡ്രസ്സുകളൊക്കെ ഇഷ്ടമായി കാണാം. അപ്പോൾ അതേ ഇത് അഞ്ജുവിന് വാങ്ങിച്ചിരിക്കുന്ന വെൽവെറ്റ് പാൻറ്, ബ്ലൂ കളർ, ഡാർക്ക് ബ്ലൂ. ഇങ്ങനെയുണ്ട്, എല്ലാം അടിപൊളിയല്ലേ. പിന്നെ എന്താ വാങ്ങിച്ചത്? പിന്നെ വാങ്ങിച്ചിരിക്കുന്ന ഐറ്റം എന്താ, ഇങ്ങനെ ഒരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ. ഇത് ഞാൻ തുറക്കുന്നില്ല, കാരണം തുറന്നു കഴിഞ്ഞാൽ പിന്നെ പാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഇത് ഒരു കമ്പിളിയാണ്, അത് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഇതും ഇതേപോലെ തന്നെ വെൽവെറ്റിൻ്റെ ഒരു കമ്പിളിയാണ്. അപ്പോൾ ഇതിപ്പോൾ എന്താ വാങ്ങിച്ചത്, ഡബിൾ ബെഡിൻ്റെ ആട്ടോ. അത് ഞങ്ങൾ ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ തന്നെ ഞങ്ങൾ നേപ്പാളിലേക്ക് പോവുകയാണ്, 2 ദിവസത്തെ ടൂറ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് 5 ഫാമിലി പോകുന്നുണ്ട്. 5 ഫാമിലി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്കുള്ള വണ്ടികളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് പോകും. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഒരു ദിവസം സ്റ്റേ ഉണ്ട്. അവിടെ നമുക്ക് കിട്ടുമായിരിക്കും കമ്പിളി കാര്യങ്ങളെല്ലാം. പക്ഷേ ബൈ ചാൻസ് കിട്ടിയില്ലെങ്കിൽ ഒരെണ്ണം ചെറുതെങ്കിലും നമ്മൾ കരുതണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇതാ ഇങ്ങനെ ഒരു ചെറിയ കമ്പിളി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എനിക്ക് ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ലായിരുന്നു. എനിക്ക് ഷോപ്പിംഗ് ചെയ്തു, അതിൽ പെട്ടതാണ് ഈ ബ്ലൂ ജാക്കറ്റ്. ഇപ്പോൾ വീഡിയോ നമ്മൾ എടുക്കുന്നത് ക്രിസ്മസിൻ്റെ തലേ ദിവസം കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രിയാണ് ഞങ്ങൾക്ക് കുർബാന, രാത്രി 9 മണിക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഇടാന്ന് വിചാരിച്ചേക്കുന്ന ജാക്കറ്റ് ഇതാണ്, ബ്ലൂ കളറിലെ ജാക്കറ്റ്. അഞ്ജു ഈ സ്വെറ്ററും ഇടാന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ ഷോപ്പിങ്ങിനൊന്നും നിന്നില്ല. ഞങ്ങൾക്ക് 2 പേർക്കും മാറ്റിമറിച്ചിടാലോ എന്ന് വിചാരിച്ചാൽ അത് തന്നെ എടുത്തായിരുന്നു. പിന്നെ വാങ്ങിച്ചിരിക്കുന്ന കുറച്ച് കരുകുരു ഐറ്റംസ്. ഡ്രസ്സിനേക്കാളും എനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസുകൾ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ ഇത്തിരി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഹാൻഡ് ടവലാണ്. നമുക്ക് ട്രാവലിങ്ങിനോ കിച്ചണിലോ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ആ രീതിയിലത്തെ 3 ടവൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 79. പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് ഇതാ ഇങ്ങനത്തെ ബോക്സുകൾ. ഇത് 5 എണ്ണം ഉണ്ട്. 5 ബോക്സുകൾക്ക് 99 മാത്രമേ ഉള്ളൂ. വിത്ത് ലിഡാണ് കേട്ടോ. ഞാൻ പൊട്ടിക്കാറ്, എന്തായാലും പൊട്ടിക്കേണ്ടതാണ്. പിന്നെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് 5 ബോക്സ് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ്. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനോ കിച്ചണിൽ വെക്കാനോ അലമാരിയിൽ വെക്കാനോ എവിടെ വേണമെങ്കിലും വെക്കാം. ഇതാണ് ബോക്സ് കേട്ടോ. നല്ല ബോക്സ് അല്ലേ. ലിഡൊക്കെ ആയാലും നല്ല സ്ട്രോങ് ആണ്. ടക്ക് ടക്ക് എന്ന് പറഞ്ഞ് ഒച്ച വരും, നല്ല പോലെ അടഞ്ഞോളും. എത്ര ഉണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇത് 2ാമത്തെ ബോക്സ്. 5 അല്ല കേട്ടോ, 6 ബോക്സ് ഉണ്ട്. അടിപൊളി. എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ചിന്ത 5 എണ്ണം ഉള്ളൂ എന്നാ. ഇത് 6 ബോക്സ് ഉണ്ട് കേട്ടോ. 6 ബോക്സ് എന്ന് പറഞ്ഞാൽ സൂപ്പർ അല്ലേ. ഇതൊക്കെ ഇങ്ങനെ റെയർലി കാണുള്ളൂ, എപ്പോഴും ഇങ്ങനെ കാണില്ല. അപ്പോൾ ഇതേ 2 ബ്ലൂ, ഇതെല്ലാം കൂടി ആയിരുന്നു ഒരു പാക്കറ്റിൽ. ഞാൻ 5 എണ്ണം ഉള്ളൂ എന്നാണ് കരുതിയത്, മനസ്സിൽ വിചാരിച്ചത് അങ്ങനെ. ഞാൻ വായിച്ചു നോക്കിയില്ല. പിന്നെ ഇതാ നമ്മുടെ 6 ബോക്സ് നോക്കി, എന്ത് രസം, അടിപൊളിയല്ലേ. എനിക്ക് ഇതിലൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനത്തെ ഈ കൊച്ചു കൊച്ചു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കണേക്കാളും എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ താല്പര്യം, സന്തോഷം. 6 ബോക്സ് നമുക്ക് 99 റുപ്പീസ്. ഇനി അടുത്ത ഐറ്റം കാണണോ? ഇതാ ഇങ്ങനെ ഒരു ഐറ്റം. എൻ്റെ ഫേവറേറ്റ്, എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട കളറ്. നല്ല അടിപൊളി, നല്ല ബേസൻ പോലത്തെ എന്താ പറയുക ടബ്, ചെറിയൊരു ടബ്. ഇതിനകത്ത് നമുക്ക് പച്ചക്കറിയോ റൈസോ അങ്ങനെ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും വാഷ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറുതായിട്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് വെള്ളം ഇങ്ങനെ
വറുത്ത് കളയുകയും ചെയ്യാം. പിന്നെന്താ, നല്ല അടിപൊളി ഐറ്റല്ലേ. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 49 റുപ്പീസ്. നല്ല സ്ട്രോങ് ആണ് കേട്ടോ, നല്ല അടിപൊളി. പിന്നെ ഇതാ ഒരു ഐറ്റം കൂടെ, നമ്മുടെ ബാഗ് കാര്യായി. ഇത് അഞ്ചുവിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ടിഫിൻ ബോക്സ് ആണ്, ലഞ്ച് ബോക്സ്. ഇതിൻ്റെ സെറ്റിങ്സ് ഇങ്ങനെയാണ്. ഇത് അഞ്ചുവിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന ലഞ്ച് ബോക്സ്, ടിഫിൻ ബോക്സ്. ഇതിനകത്ത് കറിയൊക്കെ വെക്കാനുള്ള ചെറിയ ബോക്സും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇത് സ്റ്റീലാണ്, ഉള്ളിൽ സ്റ്റീല്. ഇത് പക്ഷെ സ്റ്റീലല്ല, ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണ്. ഉള്ളിലെ കോട്ടിങ്ങൊക്കെ സ്റ്റീലാണ്, പുറത്തും സ്റ്റീലാണ്. നമുക്ക് കറി വയ്ക്കാൻ അല്ല, പിന്നെ നമ്മൾ വീട്ടിലുള്ള വേറെ ഏതെങ്കിലും സ്റ്റീൽ ബോക്സ് വെച്ചാൽ മതി, ചൂടുള്ള ഐറ്റംസ് ഒക്കെ വയ്ക്കുമ്പോൾ. ഇതിനകത്ത് വല്ല ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ കൊണ്ടുപോകാം. അപ്പോൾ അതേ, ഇത് അഞ്ചുവിന് വേണ്ടി അഞ്ചു തന്നെ സെലക്ട് ചെയ്തേക്കുന്ന ഐറ്റം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ്, ക്രിസ്മസ് ഷോപ്പിംഗ് ഇത്രയൊക്കെയാണ് നമ്മളിന്ന് ചെയ്തത്. അടിപൊളി ഷോപ്പിംഗ് അല്ല ചെയ്തേക്കണേ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ഒത്തിരി തിരക്ക് പിടിച്ച ജോലികളുണ്ട്. നാളത്തേക്കുള്ള, നമ്മൾ 2 ദിവസത്തേക്ക് പോണേ. നാളെ രാവിലെ തന്നെ പോകും, എന്നിട്ട് പിന്നെ ഒരു ദിവസം അവിടെ സ്റ്റേ, മറ്റന്നാൾ നമ്മളവിടുന്ന് റിട്ടേൺ. ഒരു ദിവസത്തേക്ക് പോകണമെങ്കിൽ പോലും നമുക്ക് കൊണ്ടുകൊണ്ട് ചേഞ്ച് ചെയ്യേണ്ട ഡ്രസ്സ് കാര്യങ്ങളെല്ലാം പെട്ടിയിൽ ബാഗിലൊക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ കുറേ ജോലികൾ എനിക്ക് കിടക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നവർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ അവർ ഫോളോ ചെയ്യുന്നില്ല നമ്മുടെ പേജ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.